ഈ തവണ ക്യാപ്റ്റൻസിയിലേക്ക് റെന ഫാത്തിമ, ജിഷിൻ, ഒനിയൽ സാബുവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് ഒരു ഇത് കൊടുത്തു. കാരണം 3 പേരും ക്യാപ്റ്റനായി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഒനിയൻ പറഞ്ഞു, ഞാൻ കിച്ചണിലും വെസലിലൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കും. അവിടെയാണല്ലോ വഴക്ക് കൂടുതൽ. പിന്നെ കട്ട് തിന്നാനായിട്ട് സമ്മതിക്കത്തില്ല, കള്ളത്തരങ്ങൾ നിർത്തും. പിന്നെ അതുപോലെ തന്നെ സ്റ്റോർ റൂമിൽ പോകുന്നത് ക്യാപ്റ്റൻ പോയിക്കോളാം, മറ്റുള്ള ആരും പോകണ്ട. അത് പിന്നെ അനീഷിനെ ആണ് ഈ പറഞ്ഞത്. അനീഷ് എന്തിനും ഓടിപ്പോകുന്ന അനീഷാണല്ലോ. പിന്നെ ജിഷും പറഞ്ഞത് ഇതുപോലെ തന്നെയാണ്, കിച്ചണിലും വെസലിലും കാര്യമായിട്ട് ശ്രദ്ധിക്കും. പിന്നെ കിച്ചണിൽ വഴക്ക് നടന്നു കഴിഞ്ഞാൽ വഴക്ക് തീർന്നതിന് ശേഷം മാത്രമേ ഫുഡ് കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് റെന ഫാത്തിമ പറഞ്ഞ്, ഞാൻ ഫുഡ് കട്ടുന്നതിന് ഞാൻ ഒന്നും പറയത്തില്ല, കാരണം അത് കഴിഞ്ഞ് ഫുഡ് ഇല്ലാതെ വരുമ്പോൾ അവർക്ക് മനസ്സിലായിക്കോളും. അങ്ങനെയൊക്കെ 3 പേരും 3 പേരുടെ അഭിപ്രായം പറഞ്ഞ്. അപ്പം ബിഗ് ബോസ് മറ്റ് കണ്ടസ്റ്റൻസിനോട് ചോദിച്ച്, ഇതിലാരെയാണ് നിങ്ങൾക്കപ്പോൾ ക്യാപ്റ്റനായിട്ട് എടുക്കാൻ താല്പര്യമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഒനിയൻ സാബുവിൻ്റെ പേരാണ് പറഞ്ഞത്. ഷനീഷ് മാത്രം ജിഷിൻ്റെ പേര് പറഞ്ഞ്. ഇനിയിപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ട്, അത് സ്റ്റിക്കി നോട്ട് ഒട്ടിക്കലാണ്. അപ്പോൾ അതിന് ഒനിയൻ സാബുവിന് കുറച്ച് ടൈം കൂടുതൽ കൊടുക്കും, കാരണം ഇതിൽ എല്ലാവരും സെലക്ട് ചെയ്തുകൊണ്ട്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.